ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ചെയിൻസോ മാൻ്റെ എപ്പിസോഡ് 10. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. ഇന്നലെ 4th ഡിവിഷനിലുള്ള ഡെവിൽ ഹണ്ടേഴ്സ് ആക്രമിക്കപ്പെട്ടു. ഇതിന് പിന്നിൽ ഡെവിലുകൾ മാത്രമല്ല, മനുഷ്യന്മാരുണ്ട്. ഇതിന് പിന്നിൽ കറക്റ്റായിട്ട് ആരാണെന്ന് ഒരു തെളിവുകളുമില്ല എന്നൊക്കെ ഇങ്ങനെ TV ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നിരിക്കുകയാണ് നമ്മുടെ ആക്കി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഡെഞ്ചിയും പവറും അവിടെ നിന്ന് ആപ്പിൾ കഴിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരുടെ ആ ആപ്പിളിൻ്റെ പേര് അവിടെ കിടന്ന് അടിയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആക്കി എണ്ണീറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്, 4th ഡിവിഷനിൽ ഇനി ആരൊക്കെ ജീവനോടുണ്ട്? അപ്പോൾ നമ്മുടെ ഡെഞ്ചി പറയുകയാണ്, അത് ആ പേടിത്തൂർ പെണ്ണില്ലേ കൊബനി, അവനും പിന്നെ ആ 4 എണ്ണല്ലേ അവൻ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ രാജിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും എന്നെയും പവറിനെ മാക്കിമേക്ക് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് നമ്മുടെ ഡെഞ്ചി. എന്നിട്ട് അവൻ പെട്ടെന്ന് നിന്ന് എന്തോന്ന് ആലോചിച്ചിട്ട് ഒരു ആപ്പിൾ എടുത്ത് മേച്ചയുടെ പുറത്ത് വെച്ച്, ഇതാ നിനക്ക് വേണ്ടി അവിടെ ഒരു ആപ്പിൾ വെച്ചിട്ടുണ്ട്, അപ്പോൾ പിന്നെ കാണും എന്ന് പറഞ്ഞ് അവനോട് പോവാണ്. അപ്പോൾ നമ്മുടെ ആകിയാണെങ്കിൽ അവൻ്റെ വാളെടുത്ത് അത് തുറന്ന് അതിനകത്തുള്ള കേഴ്സിനോട് ചോദിക്കുന്നു, ഇനി എത്ര വർഷം കൊണ്ട് എനിക്ക് ജീവിക്കാനാവും? എത്ര വയസ്സൂടെ എനിക്ക് ആയുസുണ്ട്? അപ്പോൾ ആ കേഴ്സ് പുറയുന്നു വന്നിട്ട്, നിനക്ക് 2 വർഷം കൂടി ജീവിക്കാൻ സാധിക്കും എന്നവനോട് പറയുകയാണ്. എന്നിട്ട് അവൻ്റെ വാളടച്ച് വെച്ച ശേഷം അവിടെ മേശയിലുണ്ടായിരുന്ന സിഗരറ്റ് എടുക്കുകയാണ്. അങ്ങനെ ആ സിഗരറ്റൊക്കെ വലിച്ച് അവൻ ഹിമനോയെ പറ്റി ആലോചിക്കുകയാണ്. അങ്ങനെ ഹിമനോയെ പറ്റി ഓർത്തോർത്ത് അവൻ അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോൾ നമ്മുടെ ഡെഞ്ചി പുറത്ത് നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിൽ ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ മാഗസിൻ എടുക്കാനാണ് ഇവിടെ വന്നത്, അത് ഞാൻ മറന്നുപോയി. പക്ഷേ അവൻ കരയാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് മരിച്ചു. അവൻ്റെ പാർട്ട്ണറായ ഹിമനോ വരെ മരിച്ചു. എന്നിട്ട് അവനവിടെ നിന്ന് ഹിമനോയെ പറ്റി ആലോചിക്കുകയാണ്. എന്നിട്ട് അവൻ മനസ്സിലാലോചിക്കുകയാണ്, എന്തുകൊണ്ട് ഹിമനോ മരിച്ചപ്പോൾ ഞാൻ കരയുന്നില്ല? പൂജിറ്റോ മരിച്ചപ്പോൾ ഞാൻ വിഷമിച്ചു, പിന്നെന്താ ഹിമനോയ്ക്ക് വേണ്ടി ഞാൻ കരയാത്തത്? ഹിമനോ അവൾ മാത്രമാണ് എന്നെ ആദ്യമായിട്ട് ഒരു ഫ്രണ്ടായിട്ട് കണ്ടത്. ഇനി ഈ പവർ മരിച്ചാൽ ഞാൻ കരയുമോ? ഉറപ്പായിട്ടില്ല. അതേസമയം ആകി മരിച്ചാലോ? അവിടെയും കരയും വിചാരിച്ചില്ല. ഇനി മാക്കിമ മരിക്കുന്നെങ്കിലോ? അവൻ അതൊക്കെ ആലോചിച്ച് അവിടെ നിന്ന് പയ്യെ എണ്ണീക്കുകയാണ്. എന്നിട്ട് അവൻ പയ്യെ ആലോചിക്കുകയാണ്, മാക്കി മരിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും കരയും. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും പഴയ പോലെ ആവും. എനിക്കിപ്പോൾ കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, അതൊക്കെ തന്നെ എനിക്ക് വലിയൊരു സംഭവമാണ്. പിന്നെ ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണമെന്നില്ല. എന്നിട്ട് അവൻ വീണ്ടും ആലോചിക്കുന്നു, എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ കൂടെ എൻ്റെ മനുഷ്യൻ്റെ ഭാവങ്ങളും പോയോ? എന്തായാലും ആട്ടോ കോപ്പ്, ഇപ്പം അതൊന്നും ആലോചിക്കേണ്ട സമയമല്ല. നമ്മളിങ്ങനെ കാലിച്ചുകൊണ്ട് കിടന്ന മൊത്തം ചീത്തയത്തുള്ളും പറഞ്ഞ് അവനവിടെ നിന്ന് പോന്നു. അപ്പോഴത്തേക്കും 2 പേര് നമ്മുടെ ആകിയുടെ മുറിയിലേക്ക് കയറി വരികയാണ്. അവർ വന്നിട്ട് ആക്കിയോട് ഹലോ പറയാണ്. അപ്പോൾ ആക്കി നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ക്യോട്ടോയിൽ നിന്ന് മാക്കിമ പറഞ്ഞിട്ട് വന്നതാണ് 4th ഡിവിഷനിലുള്ളവരെ ട്രെയിനിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ആക്കി ട്രെയിനിങ്ങോ എന്നാലോചിക്കുന്നു. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് മാക്കിമയും ഡെഞ്ചിയും പവറിനെയാണ്. മാക്കിമ ഡെഞ്ചിയോട് പറയുന്നു, ഡെഞ്ചി, ആ ഹോട്ടലിലെ സംഭവം, ഇന്നലെ നടന്ന സംഭവം എല്ലാവരും വെച്ച് നോക്കുമ്പോൾ നിന്നെ ആരോ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് 4th ഡിവിഷനിലുള്ളവരെ മൊത്തം ട്രെയിൻ ചെയ്യണം. ഇപ്പോൾ ഏകദേശമുള്ള എല്ലാ ആൾക്കാരും മരിച്ചു. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഡെഞ്ചി ചോദിക്കണം, നിങ്ങളാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ പറയുന്നു, എനിക്ക് സമയമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ഒരു വലിയ മനുഷ്യൻ്റെ അടുത്ത് ഏൽപ്പിക്കാം, അയാൾ നിങ്ങളെ ട്രെയിൻ ചെയ്തു എന്നും പറഞ്ഞ് ഒരാളുടെ അടുത്ത് അവരെ കൊണ്ട് ഏൽപ്പിക്കുകയാണ് മാക്കിമ. അപ്പോൾ മാക്കിമ അവിടെ നിന്ന് ഇയാളുടെ പേര് എന്ന് പറയാനൊരു കരുത്തരും അയാൾ പെട്ടെന്ന് മിണ്ടരുത്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പവറും ഡെഞ്ചി ഉത്തരം പറയണം. ഡെഞ്ചി, നിൻ്റെ കൂടെയുള്ളവർ മരിച്ചപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്? അപ്പോൾ ഡെഞ്ചി പറയുന്നത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെന്ന്. അപ്പോൾ പവറും അത് തന്നെ പറയുന്നു. അതിനുശേഷം ചോദിക്കുന്നു, നിനക്ക് അവർ കൊന്നവരോട് റിവെഞ്ച് എടുക്കാൻ തോന്നുന്നുണ്ടോ? അതിനിപ്പോൾ ഡെഞ്ചി പറയുന്നത്, എനിക്കങ്ങനെ സംഭവങ്ങളൊന്നും തോന്നില്ല. പവറും അത് തന്നെയാണ് പറയുന്നു. 3ാമത്തെ ചോദ്യം, നിനക്ക് ഹ്യൂമൻസിൻ്റെ സൈഡാണോ അതോ നീയൊക്കെ ഡെവിൾസിൻ്റെ സൈഡാണോ? ആരാണോ ജയിക്കുന്നത് അവരുടെ സൈഡാണ് ഞങ്ങളെന്ന് അവരും പറയുന്നു. നിങ്ങൾക്ക് 2 പേർക്കും ഫുൾ മാർക്ക് കിട്ടി, എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങളെപ്പോലെ അധികാരം ഉണ്ടാകത്തില്ല, ഐ ലവ് യു എന്ന് അയാൾ പറയുകയാണ്. എന്നിട്ട് മാക്കിയോട് പറയുന്നു, മാക്കിമ നിനക്കിപ്പോൾ പോവാം, ഞാൻ ഇവരുടെ ട്രെയിനിങ് ഇപ്പോൾ തന്നെ തുടങ്ങുന്നതായിരിക്കും. എന്നിട്ട് ഓടിപ്പോയി ഡെഞ്ചിയും പവറിനെയും കെട്ടിപ്പിടിക്കുകയാണ് അയാൾ. എന്നിട്ട് അയാൾ പറയുന്നു, ഞാൻ 1st ഡിവിഷനിലുള്ള ഒരു ഡെവിൽ ഹണ്ടറാണ്, എല്ലാവരും എന്നെ ടീച്ചർ അല്ലെ സാർ എന്നായിരിക്കും വിളിക്കുന്നത്, നിങ്ങൾക്കും അങ്ങനെ എന്നെ വിളിക്കാം എന്നയാൾ പറയുകയാണ്. പിന്നെ എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമാണ്, ഡെവിലുകളെ കൊല്ലുന്നത് ഇഷ്ടമാണ്, അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെന്നും അയാൾ പറയുന്നു. അങ്ങനെ അയാൾ പവറിനെ ഡെഞ്ചിയും കെട്ടിപ്പിടിച്ച് എല്ലാം ഓടിച്ച് ബോധം കെടുത്തി തറയിടുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു, നിങ്ങൾ മനുഷ്യരെ പോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നുള്ള വ്യത്യാസം ബ്ലഡ് കുടിച്ചാൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്നും പറഞ്ഞ് അവർ 2 പേരുടെയും വായിലേക്ക് നിറച്ച് ചോര വെച്ച് കൊടുക്കുകയാണ് അയാൾ. അപ്പോൾ നമ്മുടെ ഡെഞ്ചിയും പവറും പയ്യണി ഇരുന്നിട്ട്, നീ എന്തോടാ നായി, ഞങ്ങളെ കളിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു, മാക്കിമ എന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യണമെന്നാണ്, എന്തോ കാരണം കൊണ്ട് ഗണ്ടവലിന് നിൻ്റെ ഹൃദയം വേണം. അപ്പോൾ നമ്മുടെ പവർ ചാടി കയറി, നീ എന്തിനാണ് ഞങ്ങൾ അടിച്ച് തറയിട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ മനുഷ്യന്മാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളെപ്പോലുള്ള ഡെവിലുകളെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ഇന്നലെ മൊത്തം വെള്ളം അടിച്ചിരുന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ ഇന്നലെ അടിച്ച വെള്ളം എല്ലാവരുടെ തലയിൽ കയറി എനിക്കൊരു ഐഡിയ കിട്ടി, ഞാനാണ് ഏറ്റവും ശക്തിമാനായ ഡെവിൽ ഹണ്ടർ, എന്നെ തോപ്പിക്കുന്ന ഡെവിൽ അത്രത്തോളം ശക്തിയുള്ളവരായിരിക്കും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ എന്നെ തോപ്പിച്ച് തറയിടണം.
നിങ്ങൾ എപ്പോൾ എന്നെ അടിച്ച് തറയിടാറാവുന്നോ അപ്പോൾ ഞാൻ നിങ്ങളുടെ ട്രെയിനിങ് നിർത്തും. ഇയാൾ ഒരു അരക്കിറുക്കനാണെന്ന് പവർ പറയുന്നു. അപ്പോൾ ഡെഞ്ചി പറയുന്നു അരക്കിറുക്കനല്ല, മൊത്തത്തിൽ അയാൾ കിറുക്കനാണ്. എന്നിട്ട് അയാൾ ബാ തുടങ്ങാം എന്ന് പറഞ്ഞ് ഡെഞ്ചിയുടെ നേരെ വരുന്നു. അങ്ങനെ ഡെഞ്ചിയും പവറോടെ അയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അങ്ങനെ ഡെഞ്ചി പവറിൻ്റെ ബ്ലഡ് വെപ്പൺ എടുത്തുകൊണ്ട് അയാൾ അടിക്കാൻ ചെന്നതും അയാൾ ഡെഞ്ചി ഒരു ഒറ്റ വെട്ടം കിട്ടുകയാണ്. എന്നിട്ട് പവർ കറങ്ങി ഓടി അയാളെ വെട്ടാമെന്നതും അയാൾ പവറിനെയും ഒറ്റ വെട്ടിൽ വെട്ടി തറയിടുകയാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പറയുന്നു ഈ ചെറുക്കൻ ഇമ്മോർട്ടലാണ്, ഇവിടെ ഒരു പാതി ഇമ്മോർട്ടലാണ്, ഇവരൊക്കെ അങ്ങനെ 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 എന്തൊക്കെയോ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ആക്കിയാണ്. അവിടെ വന്ന് രണ്ടുപേര് പറയുന്നു ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, നിനക്ക് നിൻ്റെ ഫോക്സിനെ ഇനി അധികം ഉപയോഗിക്കാൻ സാധിക്കില്ല, അധികമൊന്നല്ല ഒട്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല, നീ അതിനെ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ട് അതിന് നിന്നെ ഇനി ഇഷ്ടപ്പെടില്ല. അതുപോലെ നിൻ്റെ വാള് അതൊരു കേഴ്സ് സ്പിരിറ്റിൻ്റെ വാളല്ലേ, എത്ര പ്രാവശ്യം നിനക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആക്കി നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു നിനക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാം, ഡെവിൽ ഹണ്ടേഴ്സിൽ നിന്ന് വേണമെങ്കിൽ രാജിവെച്ച് പുറത്തേക്ക് പോകാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ടീമിലുള്ള ഒരാൾ പ്രൈവറ്റായിട്ട് ഡെവിൽ ഹണ്ടറായിട്ട് കയറിയിട്ടുണ്ട്. അതല്ല നീ ഇപ്പോഴും, അതായത് ഇനി എന്നേക്ക് ഡെവിൽ ഹണ്ടറായിട്ട് നിൽക്കാൻ പോവുകയാണെങ്കിൽ നീ എന്തിനും തയ്യാറായിരിക്കണം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, നീ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെവിലോട്ട് കോൺട്രാക്റ്റ് വെക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വീണ്ടും പറയുന്നു നിനക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് നിൻ്റെ ബാക്കി ജീവിതം സമാധാനമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഇനിയും ഇതിനകത്ത് തുടർന്ന് നരകത്തിലേക്ക് പോകാം. എൻ്റെ ഫാമിലിയും കൂട്ടുകാരെയും പാർട്ട്നേഴ്സിനെ എല്ലാം കൊന്ന ഡെവിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്, പിന്നെ ഞാനെങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ അയാൾ പറയുന്നു ഓ ശരിയെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങൾ ലേറ്റായി, ഞങ്ങൾ നാളെ പോയി നിൻ്റെ പേപ്പറൊക്കെ ആയിട്ട് തിരിച്ചു വരാം. എനിക്കിപ്പോൾ തോന്നുന്നു ക്യോട്ടോയിലുള്ള എൻ്റെ സീനിയർ പറഞ്ഞാൽ ശരിയാണ്, സ്പെഷ്യൽ ഡിവിഷൻ അല്ലെങ്കിൽ 4th ഡിവിഷനിലുള്ളവരെല്ലാം ഇച്ചിരി ഭ്രാന്തുള്ളവരാണ്. അങ്ങനെ അവർ പുറത്തിറങ്ങിയിട്ട് പറയുന്നു ആക്കി നിന്നെ കാണാൻ വേണ്ടി ഒരു പെണ്ണോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് അകത്തേക്ക് കയറിയവരാണ്. ആ പെണ്ണിനെ കണ്ട് നമ്മുടെ ആക്കി ആകാപ്പാടെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ആ കിളവനാണ്. അയാൾ പറയുന്നു ഞാൻ ഇന്നത്തേക്ക് ഉറങ്ങാൻ പോവാണ്, ഇന്നത്തേക്ക് ഇത്ര മതി, ബാക്കിയെല്ലാം നാളെ ആവാം. അപ്പോൾ നമ്മുടെ ടഞ്ചി തല കിടന്ന് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ നമ്മുടെ പവർ ചാടിയുള്ള മേളിരുന്നിട്ട് നിൻ്റെ തലയെല്ലാം പൊടിച്ചു പോയി, നീ നെരിയാവ് ശരിയാവ്, നിന്റെ തല ശരിയാവ് എന്ന് പറഞ്ഞ് അവരെ കാര്യമായിട്ട് ഇവിടെ കിടന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡെഞ്ചി ചാടി എണ്ണിട്ട് പവറിനോട് ചോദിക്കുകയാണ് ഈ പവറേ നമ്മളിന്ന് എത്ര വട്ടം ചത്തടി. അപ്പോൾ അവൾ പറയുന്നത് ഒരു 20 മേളിൽ ചത്ത് കാണും, ഞാനും കുറേ വട്ടം ചത്തുണ്ട്, കറക്റ്റായിട്ട് എണ്ണം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. ആ കിളവൻ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആണ്, ഇങ്ങനെ തന്നെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിന് പ്രത്യേകിച്ച് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ പവർ ചോദിക്കുകയാണ് നമുക്ക് ഒളിച്ചോടിയാലോ എന്ന്. അപ്പോൾ നമ്മുടെ ഡെഞ്ചി പറയുന്നു നമ്മൾ ഒളിച്ചോടിയാൽ പബ്ലിക് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ വെറുതെ വിടില്ല, അവർ നമ്മളെ ഡെവിലുകളെ പോലെ കൊല്ലും. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് നമ്മുടെ പവർ പറയാണ്. അപ്പോൾ ഡെഞ്ചി എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കിളവൻ ഭയങ്കര ശക്തിശാലിയൊക്കെ, പക്ഷേ കള്ളു കുടിച്ച് അങ്ങനെ തല മൊത്തം പൊട്ടിപ്പോയിരിക്കുക, അങ്ങനെ നമ്മൾ ബുദ്ധിപരമായിട്ട് കൊല്ലണം. അതെനിക്ക് മനസ്സിലായി, നമുക്ക് അയാളെ ബുദ്ധി ഉപയോഗിച്ച് കൊല്ലാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ കണ്ട് തുള്ളിച്ചാടുകയാണ്. അങ്ങനെ അവർ അതും ഇതൊക്കെ പറഞ്ഞ് എനിക്കൊരു 100 പ്ലാൻ കിട്ടി, അയാൾ അങ്ങനെ കൊല്ലണം ഇങ്ങനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അവർ നേരെ വീട്ടിലിട്ട് പോകും. അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഡെഞ്ചിയും പവറിനെ തിരക്കി അവരുടെ ഫ്ലാറ്റ് വരുന്ന കിളവനാണ്. അപ്പോൾ പവർ അയാൾ വന്നു നമുക്ക് അയാളെ കൊല്ലാം എന്ന് പറഞ്ഞ് ഓടി വന്ന് അയാൾ ഡോറിനടുത്ത് വന്നതും അവളുടെ ബ്ലഡ് വെപ്പൺ ഉപയോഗിച്ച് ഒരൊറ്റ എറിഞ്ഞ് അയാൾ തലയും പൊട്ടിക്കുകയാണ്. പൊട്ടിയോ എന്ന് നോക്കിയാൽ പൊട്ടിയില്ല കേട്ടോ, ജസ്റ്റ് മിസ്സിന് അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ അയാൾ ആ കുന്തോടിച്ച് അവിടെ നിന്നപ്പോൾ മേളെ തല വെച്ചിരുന്ന ബ്ലഡെല്ലാം അവിടെ കൺട്രോൾ ചെയ്ത് പവർ കുറേ കുന്തങ്ങളുണ്ടാക്കി അയാളുടെ തലയുടെ മേളിൽ കൂടെ അയാൾ കുത്താൻ വരികയാണ്. അയാൾ അതിൽ നിന്നെല്ലാം മാറി അയാളുടെ കൈയും കാലും വെച്ച് മൊത്തം അടിച്ച് പൊട്ടിച്ചിട്ട് പവറായിട്ട് അവിടെ വയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് മേളത്തെ നില ഒളിച്ച് ഡെഞ്ചി പുറകെ വന്ന് അയാൾ ഒരൊറ്റ വെട്ടി എടുക്കാൻ പോകുന്നു. അയാൾ അപ്പോഴത്തേക്കും കറങ്ങി അവൻ്റെ മോന്തയ്ക്ക് നോക്കി ഒരൊറ്റ ചവിട്ട് കൊടുത്ത് അവൻ തറയിടുകയാണ്. എന്നിട്ട് അയാൾ പറയുകയാണ് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചില്ലേ ഏറ്റവും നല്ല അറ്റൻഡ് ആയിരുന്നു ഇത്, ഒരു ബുദ്ധിയില്ലാത്ത മൃഗം അതിൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളിപ്പോൾ തോറ്റന്നെ മെയിനായിട്ടും 2 കാര്യങ്ങളുള്ളത്. ഒന്ന് പവർ അവളുടെ എനർജി മൊത്തം ഉപയോഗിച്ച് ബോധം കെട്ടി വീണു. 2 നിനക്ക് എൻ്റെ അറ്റാക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ ഇന്നത്തേക്ക് ഇത്ര മതി, പോയി കിടന്നോ, ബാക്കി നാളെ ആവും. അപ്പം അവനകത്തേക്ക് നോക്കി പറയുന്നു പവറേ ഇന്നത്തേക്ക് ഇത്ര മതി കേട്ടോ, കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ എണ്ണീക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ്റെ കഴുത്തിൽ തലയിൽ കത്തി കുത്തി ഇറക്കാണ്. എന്നിട്ട് അയാൾ പറയുന്നു ഒരിക്കലും ആരും പറയുന്നത് വിശ്വസിക്കരുത് മോനെ. അതിനുശേഷം അടുത്ത സീൻ നമ്മൾ കാണിക്കുന്നത് ഡെവിലുമായിട്ട് കരാറുണ്ടാക്കാൻ പോകുന്ന ആക്രിയ ടീമിനെയാണ്. അവൻ പറയുന്നു ഒരു വലിയ ഡെവിലുമായിട്ട് കരാറുണ്ടാക്കണമെങ്കിൽ അതിന് അത്രയും കടുത്ത നിയമങ്ങളുണ്ടാവും. ഡെവിൽ ഹണ്ടേഴ്സ് ജീവനോടെ പഠിക്കുന്ന ഡെവിലിനെല്ലാം ഇവിടെ ആയിരിക്കും സൂക്ഷിക്കുക എന്ന് കുറേസി പറയാണ്. അപ്പോൾ ടെൻഡോ അവനോട് ചോദിക്കുന്നു അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇന്നലെ നിൻ്റെ കൂടെ കണ്ടത് നിൻ്റെ ലവർ അല്ലാണ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആക്കി തിരിച്ചു പറയാണ് അവൾ എൻ്റെ പാർട്ട്ണറിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നു അപ്പോൾ നിനക്ക് ഇന്നലെ ഒരു നല്ല ഇടിയിട്ട് കാണുമല്ലോ. അപ്പോൾ ആക്കി പറയുന്നു ഇല്ല, അവളെനിക്ക് കുറച്ച് കത്തുകൾ തന്നു. കത്തുകളോ എന്നവർ ചോദിക്കുമ്പോൾ ആക്കി അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. അവൾ പറഞ്ഞു ഇത് എൻ്റെ ചേച്ചി എനിക്ക് അയച്ച കത്തുകളാണ്, നീ ഇത് വായിച്ചു നോക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആക്കി ആ കത്തുകളെല്ലാം ഓരോന്നോരോന്നായി തുറന്ന് വായിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മളെ കാണിക്കുന്നത് ഡെവിലിനെ തപ്പി നടക്കുന്ന ആക്കിയെയും കൂട്ടരെയാണ്. അങ്ങനെ അവർ റൂമിൻ്റെ ഫ്രണ്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നു ഇതിനകത്താണ് നീ കോൺട്രാക്ട് ചെയ്യാൻ പോകുന്ന ഡെവിലുള്ളത്. നമ്മുടെ ബ്യൂറോയിലുള്ള 2 പേർക്ക് ഓൾറെഡി ഇതുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ഇതുമായിട്ട് കോൺട്രാക്റ്റ് വെച്ച് ആദ്യത്തെ അയാളുടെ ജീവിതത്തിൻ്റെ പാതി കൊടുത്തു, രണ്ടാമത്തെ അയാൾ മണക്കാനും രുചിയെടുക്കാനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തത്.
നിനക്ക് ഭാഗ്യമുണ്ട് എന്തെങ്കിലും കുറഞ്ഞ് കിട്ടും എന്നും പറഞ്ഞ് അയാൾ ആ കഥ തുറന്ന് കൊടുക്കുകയാണ്. പിന്നെ അതൊരു ഫ്യൂച്ചർ ഡെവിലാണ് കേട്ടോ, അകത്തേക്ക് പോയിക്കോ എന്നോട് അയാൾ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആക്കി ആ റൂമിനകത്തേക്ക് കയറി കഥ അടയ്ക്കുകയാണ്. എന്നിട്ട് ആ ഡെവിലിനെ കണ്ട് അവനവിടെ നിൽക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് തീരാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. അതുവരെ ഏവർക്കും ബൈ. ഇറ്റ്സ് മീ യുവർ അനിമേ ഡോട്ടോ.